ഫ്ലൂയിഡ് മെക്കാനിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്ന സബ്ജക്റ്റിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമുമായി ബന്ധപ്പെട്ട്. ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിലെ ആദ്യ ഒരു ഭാഗമാണ് ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. മുഴുവൻ ചെയ്താൽ വലിയ ലെങ്ത് ആകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് വരുമ്പോൾ ഉടനെ തന്നെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ സാധാരണയായിട്ട് ഒരു തിയറി ക്വസ്റ്റ്യൻ കണ്ടിട്ടുള്ളത് ലിക്വിഡ് ഗ്യാസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് കാണാറുണ്ട് 6 മാർക്കിനൊക്കെ. അല്ലെങ്കിൽ എന്താണ് ഫ്ലൂയിഡ്, എന്താണ് ലിക്വിഡ്, എന്താണ് ഗ്യാസ് എന്ന രീതിയിൽ ചോദിക്കാം. അല്ലെങ്കിൽ ഇതൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കാണാറുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. A fluid is a substance that deforms or yields continuously when shear stress is applied to it. ഫ്ലൂയിഡ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ്ലി ഡീഫോം ചെയ്യുന്ന അല്ലെങ്കിൽ ഈൽഡ് ചെയ്യുന്നൊരു സബ്സ്റ്റൻസ് ആണ്. അതായത് തുടർച്ചയായി രൂപമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഫ്ലൂയിഡ്. ഷിയർ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ, അതായത് ഒന്നൊന്നിൻ്റെ മേലെ കൂടെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന തരത്തിലുള്ള ഫോഴ്സാണ് ഷിയർ ഫോഴ്സ്, അതുകൊണ്ടുണ്ടാകുന്നതാണ് ഷിയർ സ്ട്രെസ്. അപ്പോൾ ലിക്വിഡ് ഒഴുകുമ്പോൾ, ഗ്യാസ് പോകുമ്പോൾ ഇതെല്ലാം ലെയറായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഷിയർ സ്ട്രെസ് ഉണ്ടാകും. ഇപ്പം അതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ്ലി ഡീഫോം ചെയ്തുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഈൽഡ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് പറയുന്നത്. അത്തരത്തിലുള്ള സാധനങ്ങളെയാണ് എന്ന് പറയുന്നത് ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ് 2 തരത്തിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ കോമൺ ആയിട്ട് ഫ്ലൂയിഡ് എന്ന് വേർഡ് ഉപയോഗിക്കുന്നത് എന്തിനൊക്കെയാണ്? ലിക്വിഡിനെയും ഗ്യാസിനെയും ചേർത്ത് പറയുന്നതിനായിട്ടാണ്. അതുകൊണ്ടാണ് ഫ്ലൂയിഡ്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ലിക്വിഡ്സ് ആൻഡ് ഗ്യാസസ്. എന്താണ് ലിക്വിഡ് എന്ന് നോക്കാം. ലിക്വിഡ് ഒക്യുപ്പൈ എ സെർട്ടൈൻ വോളിയം ആൻഡ് ഹാവ് എ ഫ്രീ സർഫസ്. ലിക്വിഡ്സ് ആർ ട്രീറ്റഡ് ആസ് ഇൻകംപ്രസിബിൾ. ലിക്വിഡ് എന്ന് പറയുന്നത് ഒരു വ്യക്തമായ വോളിയം ഉണ്ടായിരിക്കും. അത് ഒരു വ്യക്തമായ വോളിയം അത് ഒക്യുപ്പൈ ചെയ്യും. അതുപോലെ ഫ്രീ സർഫസ് ഉണ്ടാകും. നമുക്കറിയാം, നമ്മളിപ്പോൾ ഒരു പാത്രത്തിൽ എടുത്തു കഴിഞ്ഞാൽ, ലിക്വിഡ് എടുത്തു കഴിഞ്ഞാൽ അതിന് കൃത്യമായ വോളിയം ഉണ്ട്. ഇതുവരെയാണെങ്കിൽ ഈ വോളിയം നമുക്ക് കണ്ടെത്താം. അതിൻ്റെ മേലെ അതിനൊരു ഫ്രീ സർഫസ് ഉണ്ട്, അല്ലേ? അതാണ് അത് ലിക്വിഡ് എന്ന് പറയുന്നത്. ലിക്വിഡ്സ് ആർ ട്രീറ്റഡ് ആസ് ഇൻകംപ്രസിബിൾ. ലിക്വിഡ്സിനെ കംപ്രസ് ചെയ്യാൻ കഴിയില്ല എന്ന തരത്തിലാണ് നമ്മൾ അതിനെ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ ഗ്യാസസിനെ പറയുകയാണെങ്കിലോ, ഗ്യാസസ് ഹാവ് എ ടെൻഡൻസി ടു എക്സ്പാൻഡ് ആൻഡ് ഫിൽ കണ്ടെയ്നർ ഇൻ വിച്ച് ദേ ആർ കെപ്റ്റ്. ദേ ഡു നോട്ട് ഹാവ് എ ഫ്രീ സർഫസ്. നേരത്തെ ലിക്വിഡ് പറഞ്ഞ പോലെയല്ല, ഗ്യാസ് നമ്മളൊരു കണ്ടെയ്നറിലേക്ക് ആക്കി കഴിഞ്ഞാൽ അത് എക്സ്പാൻഡ് ചെയ്തിട്ട് ആ കണ്ടെയ്നർ ഫില്ലാകും, അല്ലേ? ചെറിയ ഒരു ടാങ്കിൽ നിറയ്ക്കുന്ന അതേ എമൗണ്ട് ചിലപ്പോൾ നമുക്ക് വലിയൊരു ടാങ്കിൽ നിറയ്ക്കാൻ കഴിയും. പക്ഷേ അത് എക്സ്പാൻഡ് ചെയ്ത് അതിലേക്ക് ഫില്ലാവാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രഷർ വ്യത്യാസമൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ ഗ്യാസ് അതാണ്. ഇതിന് ഫ്രീ സർഫസ് ഉണ്ടാവില്ല. കാരണം നമ്മളൊരു ടാങ്കിലേക്കോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ ഇതിനെ നിറച്ച് കഴിഞ്ഞാൽ അത് അതിൽ ഫില്ലാകും. അപ്പോൾ അതുകൊണ്ട് ഫ്രീ സർഫസ് ഉണ്ടാവില്ല. ഗ്യാസസിനെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ഗ്യാസസ് കംപ്രസിബിളാണ്, ലിക്വിഡ്സ് ഇൻകംപ്രസിബിളാണ്, ഗ്യാസസ് കംപ്രസിബിളാണ്. അങ്ങനെയാണ് നമ്മളതിനെ എടുക്കുന്നത് ഈ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ ലിക്വിഡും ഗ്യാസും അത് വളരെ വിരളമായി ചോദിക്കാറുണ്ട്, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റായ, ഫസ്റ്റ് മൊഡ്യൂൾ വളരെ ഇമ്പോർട്ടൻ്റായ ഭാഗമാണ്. 2 മാർക്ക്, 6 മാർക്ക്, അതുപോലെ എസ്സേ ഭാഗത്ത് 2 മാർക്ക് 6 മാർക്കിനൊക്കെ തിയറിയായും അല്ലെങ്കിൽ പ്രോബ്ലമായും. 2 മാർക്കിന് ഷുവറായിട്ടും തിയറി ഭാഗത്ത് നിന്ന് ഉണ്ടാവാറുണ്ട് ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് ആണ്. 6 മാർക്കിന് തിയറിയോ പ്രോബ്ലമോ ഉണ്ടാവാറുണ്ട്. എസ്സേ ഭാഗത്ത് പ്രോബ്ലം കാണാറുണ്ട്. അപ്പോൾ തിയറിയായും പ്രോബ്ലമായിട്ടും ഉണ്ടാകുന്നതാണ് ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഒരുപാട് 10-11 പ്രോപ്പർട്ടീസ് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ 4 എണ്ണമാണ്. അതാണ് കൂടുതലായിട്ടും ചോദിക്കുന്നത്, തിയറി ആയിട്ടും പ്രോബ്ലമായിട്ടും. ശ്രദ്ധിക്കാം. ഫസ്റ്റ് വൺ, പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സിൽ ആദ്യം വരുന്നത് ഡെൻസിറ്റി ആണ്. ഡെൻസിറ്റീനെ മാസ് ഡെൻസിറ്റി എന്നും പറയും. അതിന് ഡിനോട്ട് ചെയ്യുന്നത് റോ എന്ന് പറയുന്ന സിമ്പൽ ഉപയോഗിച്ചാണ്. ഓക്കെ, അപ്പോൾ ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി, റോ എന്ന് പറഞ്ഞ സിമ്പിൾ ഉപയോഗിച്ച് പറയുന്നു. എന്താണ് ഡെൻസിറ്റി? ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം. മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം, അതിൻ്റെ റേഷ്യോ ആണെന്ന് പറയുന്നത് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. മാത്തമാറ്റിക്കലി റോ ഈസ് ഈക്വൽ ടു എം ഡിവൈഡഡ് ബൈ വി, ക്യാപിറ്റൽ വി. അപ്പോൾ ഇവിടെ റോ എന്ന് പറയുന്നത് എന്താണ്? റോ എന്ന് പറയുന്നത് മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി എന്ന് പറയുന്നതാണ് റോ എന്ന് പറഞ്ഞ സിമ്പിൾ. അതിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. കാരണം മാസിൻ്റേത്
കിലോഗ്രാം വോളിയത്തിൻ്റെ മീറ്റർ ക്യൂബ്. അങ്ങനെ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. മാസ് ബൈ വോളിയം ഓർത്തിരിക്കുക, ആവശ്യം വരും. മാസ് കിലോഗ്രാമിലാണ്, വോളിയം മീറ്റർ ക്യൂബിലാണ്. അതുകൊണ്ടാണ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന യൂണിറ്റ് വന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് മാസ് ഓഫ് ദ ഫ്ലൂയിഡ് ടു ഇറ്റ്സ് വോളിയം. ഓക്കെ. അപ്പോൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ്. നമുക്ക് പ്രോബ്ലങ്ങൾ ചെയ്യുമ്പോഴും ഈ മൊഡ്യൂളിലും അടുത്ത മൊഡ്യൂളിലൊക്കെ ആയിട്ട് എപ്പോഴും ആവശ്യം വരുന്നതാണ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഡെൻസിറ്റി എത്രയാണ്? 1000 ആണ്. 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് വാട്ടറിൻ്റെ ഡെൻസിറ്റി. ഓക്കെ. അടുത്ത പ്രോപ്പർട്ടി സ്പെസിഫിക് വെയ്റ്റ് ഓർ വെയ്റ്റ് ഡെൻസിറ്റി. സ്പെസിഫിക് വെയ്റ്റ് ഓർ വെയ്റ്റ് ഡെൻസിറ്റി സ്മോൾ w ഉപയോഗിച്ചാണ് ഇതിനെ ഡിനോട്ട് ചെയ്യുന്നത്. സ്പെസിഫിക് വെയ്റ്റിനെ സ്മോൾ w ഉപയോഗിച്ചാണ് ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ വെയ്റ്റ് ഡെൻസിറ്റി എന്നും കൂടെ പറയും. ഓക്കെ. കോമൺ ആയിട്ട് നമ്മളെപ്പോഴും കാണുന്ന ഒരു വേർഡ് സ്പെസിഫിക് വെയ്റ്റ് ആണ്. ഇനി വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാലും ഇത് തന്നെയാണ്, അത് മനസ്സിലാക്കുക. കാരണം ഇതിൻ്റെ മുന്നത്തേൽ എന്ത് പറഞ്ഞിരുന്നു? ഡെൻസിറ്റീനെ നമ്മൾ മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞിരുന്നു. റോ ഡെൻസിറ്റി ഓർ മാസ് ഡെൻസിറ്റി ആണ്. ഇവിടെ വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? അത് സ്പെസിഫിക് വെയ്റ്റ് ആണ്. സ്മോൾ w എന്ന് പറഞ്ഞാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഓക്കെ. എന്താണ് സ്പെസിഫിക് വെയ്റ്റ്? സ്പെസിഫിക് വെയ്റ്റ് ഈസ് ദ വെയ്റ്റ് പെർ യൂണിറ്റ് വോളിയം ഓഫ് എ ഫ്ലൂയിഡ്. അപ്പോൾ വെയ്റ്റ് ബൈ വോളിയം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന പോലെ. വെയ്റ്റ് ബൈ വോളിയം ക്യാപിറ്റൽ W ഡിവൈഡ് ബൈ ക്യാപിറ്റൽ V എന്ന് എഴുതിയിട്ടുണ്ട്. വെയ്റ്റ് ബൈ വോളിയം അതിൻ്റെ റേഷ്യോ ആണ് സ്പെസിഫിക് വെയ്റ്റ് അല്ലെങ്കിൽ വെയ്റ്റ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ്, വെയ്റ്റിൻ്റെ ന്യൂട്ടണും വോളിയത്തിൻ്റെ മീറ്റർ ക്യൂബും. അങ്ങനെ അതിൻ്റെ യൂണിറ്റ് എന്താണ്? സ്പെസിഫിക് വെയ്റ്റിൻ്റെ അല്ലെങ്കിൽ വെയ്റ്റ് ഡെൻസിറ്റിയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബാണ്. ഓക്കെ. അപ്പോൾ അതവിടെ ഓരോ ടേമായിട്ട് എഴുതിയിട്ടുണ്ട്. വെയ്റ്റ് ന്യൂട്ടൺ, മാസ് കിലോഗ്രാം, G ആക്സലറേഷൻ ടു ഗ്രാവിറ്റി. അത് എഴുതാൻ കാരണം വെയ്റ്റ് ഇവിടെ mg എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. വെയ്റ്റ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളതാണ് സ്കൂളിലൊക്കെ. അപ്പോൾ ആ വെയ്റ്റാണ് W ക്യാപിറ്റൽ W ബൈ V. അപ്പോൾ ആ ഫോമിനെ ഒന്ന് മാറ്റി എഴുതിയതാണിത്. എന്താണ്? വെയ്റ്റിനെ ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതി. വെയ്റ്റ് എന്ന് പറഞ്ഞാൽ mg ആണെന്ന് നമുക്കറിയാം. അപ്പോൾ mg ബൈ V അങ്ങനെ എഴുതിക്കൂടെ? mg ബൈ V. അതിൽ m ബൈ V എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കാണിച്ചിരിക്കുന്ന ഡോട്ടിട്ട് കാണിച്ചിരിക്കുന്ന പോലെ m ബൈ V എന്ന് പറഞ്ഞാൽ റോ ആണ്. നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഡെൻസിറ്റിയാണ്, മാസ് ബൈ വോളിയമാണ്. അപ്പോൾ സ്പെസിഫിക് വെയ്റ്റിനെ നമുക്ക് വേറൊരു ഫോമിലും എഴുതാം, റോ ഇൻറ്റു G. അതിൻ്റെ കാരണം ഇതാണ്, m ബൈ V എന്ന് പറഞ്ഞാൽ റോ ആണ്. അപ്പോൾ അത് തന്നെ റോ എന്ന് എഴുതി, പിന്നെ G അവിടെ ഉണ്ട്, ആ G എഴുതി. അപ്പോൾ സ്പെസിഫിക് വെയ്റ്റിനെ നമുക്ക് റോ G എന്ന് പറയുന്ന ഒരു ഇക്വേഷനിലും കൂടെ എഴുതാം. സ്പെസിഫിക് വെയ്റ്റിനെ രണ്ട് തരത്തിൽ എഴുതാം. നമുക്ക് വെയ്റ്റും വോളിയവുമാണ് തന്നിട്ടുള്ളെങ്കിൽ നമുക്ക് വെയ്റ്റ് ബൈ വോളിയം ഉപയോഗിച്ച് കാണാം. ഇനി അതല്ല, നമുക്ക് ഡെൻസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഡെൻസിറ്റി ഇൻറ്റു G എന്ന് പറഞ്ഞാൽ 9.81 നമുക്ക് അറിയാവുന്ന വാല്യൂ ആണ്. അപ്പോൾ ഡെൻസിറ്റി ഇൻറ്റു G ചെയ്താൽ നമുക്ക് എന്ത് കാണാം? സ്പെസിഫിക് വെയ്റ്റ് കാണാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും നമ്മൾ ഓർത്തിരിക്കണം. നമുക്ക് എന്താണോ പ്രോബ്ലത്തിൽ തരുന്നത് അതിനനുസരിച്ചാണ് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, ശ്രദ്ധിക്കുക. മൂന്നാമത്തെ പ്രോപ്പർട്ടി സ്പെസിഫിക് വോളിയം. സ്പെസിഫിക് വോളിയം ഈസ് ഡിഫൈൻഡ് ആസ് ദ വോളിയം ഓഫ് ഫ്ലൂയിഡ് ഓക്യുപ്പൈഡ് ബൈ യൂണിറ്റ് മാസ്. അതായത് വോളിയം ഓഫ് ഫ്ലൂയിഡ് ബൈ മാസ് ഓഫ് ദി ഫ്ലൂയിഡ്, അതാണ് വോളിയം ബൈ മാസ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. ഡെൻസിറ്റിയുടെ റെസിപ്രോക്കലാണിത് അല്ലേ. ഡെൻസിറ്റി തിരിച്ചെഴുതി കഴിഞ്ഞാലാണിത്. ഡെൻസിറ്റി എന്തായിരുന്നു? റോ ഈക്വൽ ടു മാസ് ബൈ വോളിയം ആയിരുന്നു. ഇവിടെ എന്താണ്? ഇവിടെ തിരിച്ചാണ്. സ്പെസിഫിക് വോളിയം സ്മോൾ v ഈക്വൽ ടു എന്താണ്? വോളിയം ബൈ മാസാണ്. അപ്പോൾ നേരത്തെ റെസിപ്രോക്കലാണ്, ഡെൻസിറ്റിയുടെ റെസിപ്രോക്കലാണ് സ്പെസിഫിക് വോളിയം. അതുകൊണ്ടാണ് അതിനിവിടെ 1/ρ എന്ന് എഴുതിയിട്ടുള്ളത്. റെസിപ്രോക്കൽ, മറ്റേത് റോ ആണെങ്കിൽ ഇത് 1/ρ ആണ്, ശരിയല്ലേ? അപ്പോൾ ഡെൻസിറ്റി അറിയാമെങ്കിൽ നമുക്ക് 1/ഡെൻസിറ്റി ചെയ്താൽ സ്പെസിഫിക് വോളിയം കിട്ടും. അല്ലെങ്കിൽ വോളിയം ബൈ മാസ്. വോളിയം ബൈ മാസ് ആയതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് എന്താണ്? വോളിയത്തിന് യൂണിറ്റ് മീറ്റർ ക്യൂബാണ്, മാസിൻ്റെ കിലോഗ്രാമാണ്. അപ്പോൾ തിരിച്ച് എഴുതിയതാണ് സ്പെസിഫിക് വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. അപ്പോൾ ആദ്യം ഡെൻസിറ്റി, പിന്നെ സ്പെസിഫിക് വെയ്റ്റ്, ഇപ്പോൾ സ്പെസിഫിക് വോളിയം മീറ്റർ ക്യൂബ് പെർ കിലോഗ്രാം. നാലാമത്തെ പ്രോപ്പർട്ടി സ്പെസിഫിക് ഗ്രാവിറ്റി.
സ്പെസിഫിക് ഗ്രാവിറ്റി ഈസ് ദ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ഡിവൈഡഡ് ബൈ ദ ഡെൻസിറ്റി ഓഫ് അനദർ സബ്സ്റ്റൻസ് ദാറ്റ് ഈസ് യൂസ്ഡ് ആസ് സ്റ്റാൻഡേർഡ്. അതായത് സ്പെസിഫിക് ഗ്രാവിറ്റി, ഒരു സാധനത്തിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് എ സ്റ്റാൻഡേർഡ് സബ്സ്റ്റൻസ്. ഓക്കെ, സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ്. അപ്പോൾ ലിക്വിഡ്സിൻ്റെ കേസിൽ നമ്മൾ വാട്ടറാണ് സ്റ്റാൻഡേർഡായിട്ട് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ പഠിക്കുന്നത് സ്പെസിഫിക് ഗ്രാവിറ്റി ഫോർ ലിക്വിഡ്സ്. നമുക്ക് മിക്കവാറും ഇത് ലിക്വിഡ്സ് ആണ് പ്രോബ്ലം ചെയ്യാനും അല്ലെങ്കിലൊക്കെ വരുന്നത്. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ശ്രദ്ധിക്കുക, ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണ് നമ്മൾ ആദ്യം പഠിച്ചു, 1000. അത് നമുക്ക് ആവശ്യം വരും. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി റിലേഷൻ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഇതിനെ നമുക്ക് വേറെ ഫോമിലേക്ക് എഴുതുകയാണെങ്കിൽ നമുക്കൊരു സാധനത്തിൻ്റെ ഡെൻസിറ്റി റോ കാണണമെങ്കിൽ വേറൊരു തരത്തിലും ചെയ്യാം, സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലേ. ഇപ്പോൾ നമുക്കൊരു ലിക്വിഡിൻ്റെ ഡെൻസിറ്റി കാണണം, സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്താൽ മതി, സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് വാട്ടർ 1000 ആണ്, അത് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. ഓക്കെ, ഇവിടെ മറ്റൊരു പോയിൻ്റ് കൂടി നോട്ട് ചെയ്തിട്ടുണ്ട്, നമുക്ക് പലപ്പോഴും പ്രോബ്ലം ചെയ്യാൻ ആവശ്യം വരുന്നതാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി 13.6 ആണ്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി ഈസ് 13.6. മെർക്കുറിനെ Hg എന്ന് പറഞ്ഞാണ് ഡിനോട്ട് ചെയ്യുന്നത്, അതിൻ്റെ സിമ്പിൾ അതാണ്. അപ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മെർക്കുറി 13.6. ഇവിടെ സ്പെസിഫിക് ഗ്രാവിറ്റി S ആയിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ റോ എന്ന് പറയുന്നത് ഡെൻസിറ്റിയാണ്. അതുപോലെ നമ്മൾ രണ്ടാമത് പഠിച്ചത് സ്പെസിഫിക് വെയിറ്റ് ആണ്. സ്പെസിഫിക് വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്, സ്മോൾ w ആണ്. പിന്നീട് പഠിച്ചത് സ്പെസിഫിക് വോളിയമാണ്. അവസാനം പഠിച്ചത് സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് അല്ലേ. ഡെൻസിറ്റിയെ മാസ് ഡെൻസിറ്റി എന്ന് പറയും, സ്പെസിഫിക് വെയിറ്റിനെ വെയിറ്റ് ഡെൻസിറ്റി എന്ന് പറയും, സ്പെസിഫിക് വോളിയം സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റിനെ പറയുന്ന മറ്റൊരു പേരാണ് റിലേറ്റീവ് ഡെൻസിറ്റി. അപ്പോൾ ഇതൊക്കെ തമ്മിലുള്ള ഇക്വേഷൻ, അതിൻ്റെ ബന്ധങ്ങൾ, യൂണിറ്റുകൾ അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. ഇനി ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലം എങ്ങനെയാണ് ചോദിക്കുന്നതെന്ന് നോക്കാം. സാധാരണയായിട്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. 2 ലിറ്റർ ഓഫ് പെട്രോൾ വെയ്സ് 14 ന്യൂട്ടൺ. അപ്പോൾ 2 ലിറ്റർ പെട്രോള് വെയ്റ്റ് 14 ന്യൂട്ടൺ. കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് വെയ്റ്റ്, മാസ് ഡെൻസിറ്റി, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പെട്രോൾ. അപ്പോൾ പെട്രോളാണ് ലിക്വിഡ്, അതിൻ്റെ 2 ലിറ്ററാണ്, വെയ്റ്റ് 14 ന്യൂട്ടൺ. എന്തൊക്കെ കാണണം, സ്പെസിഫിക് വെയ്റ്റ് കാണണം, സ്മോൾ w. മാസ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ ആണ്, ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി റോ കാണണം. സ്പെസിഫിക് ഗ്രാവിറ്റി S കാണണം അല്ലേ. തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതുക, അതാണ് നമ്മൾ ആദ്യം ചെയ്യുക. വോളിയം ഓഫ് പെട്രോൾ, ലിറ്റർ അല്ലെങ്കിൽ മീറ്റർ ക്യൂബ് ഒക്കെ തരുന്നത് എന്താണ്, വോളിയമാണ്. അത് മനസ്സിലാക്കുക. ഈ ഫ്ലൂയിഡ് മെക്കാനിക്സ് എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമുക്ക് ആദ്യ 2 മോഡ്യൂളുകളിൽ എപ്പോഴും ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. വോളിയം തരുന്നത് ലിറ്ററിലോ മീറ്റർ ക്യൂബിലോ ആയിരിക്കും. നമ്മൾക്ക് വേണ്ടത് എപ്പോഴും എന്തിലാണ്, മീറ്റർ ക്യൂബിലാണ്. കാരണം നമ്മുടെ ഡെൻസിറ്റി ആയാലും മറ്റ് സ്പെസിഫിക് വെയിറ്റ് ആയാലും എല്ലാം മീറ്റർ ക്യൂബിലും ഒക്കെയുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അപ്പോൾ വോളിയം ഓഫ് പെട്രോൾ തന്നിട്ടുണ്ട് 2 ലിറ്റർ. ലിറ്ററിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. അപ്പോൾ 2/1000. നമുക്ക് എത്രയാണോ ലിറ്റർ തന്നിരിക്കുന്നത് അതിനെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മീറ്റർ ക്യൂബിലേക്ക് മാറും. എപ്പോഴും ആവശ്യം വരുന്നതാണ് ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസിൽ, അല്ലെങ്കിൽ ഈ മൊഡ്യൂളുകളിൽ, ആദ്യ മൊഡ്യൂളുകളിലെല്ലാം എപ്പോഴും ആവശ്യം വരുന്നതാണ്. 2 × 10⁻³ എന്ന് ഇവിടെ ചെയ്തിട്ടുണ്ട്. അതായത് 2/1000 എന്നാണ് ഉദ്ദേശിക്കുന്നത്. 10⁻³ എന്ന് പറഞ്ഞാൽ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നാണ് അർത്ഥം. 2 × 10⁻³ മീറ്റർ ക്യൂബിലേക്ക് വോളിയത്തിനെ മാറ്റി. ഇനി അടുത്തത് തന്നിട്ടുള്ള എന്താണ്, തന്നിരിക്കുന്ന കാര്യങ്ങൾ അടുത്തത് വോളിയം എഴുതി. അടുത്തത് വെയിറ്റ് ആണ്. വെയിറ്റ് ഓഫ് ദി പെട്രോൾ 14 ന്യൂട്ടൺ. ന്യൂട്ടണിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്, കാരണം സ്പെസിഫിക് വെയിറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ന്യൂട്ടൺ ഉപയോഗിച്ച് തന്നെയാണ് ഡിനോട്ട് ചെയ്യാറുള്ളത്. അപ്പോൾ ഫസ്റ്റ് വെയിറ്റും വോളിയം ഉണ്ടെങ്കിൽ നമുക്ക് സ്പെസിഫിക് വെയിറ്റ് കാണാം. ആദ്യമേ നമ്മളോട് കാൽക്കുലേറ്റ് സ്പെസിഫിക് വെയിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്പെസിഫിക് വെയിറ്റ് ഈക്വൽ ടു സ്മോൾ w ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം. നമ്മളിപ്പോൾ തൊട്ട് മുന്നേ പഠിച്ചതാണ് വെയിറ്റ് ബൈ വോളിയം. വെയിറ്റ് 14 ന്യൂട്ടൺ, വോളിയം 2 × 10⁻³ മീറ്റർ ക്യൂബ്. ഓക്കെ, അപ്പോൾ 14/2 × 10⁻³ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 7000 ന്യൂട്ടൺ പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഫസ്റ്റ് സെക്ഷൻ ഓക്കെ. അടുത്തത് മാസ് ഡെൻസിറ്റി കാണണം. മാസ് ഡെൻസിറ്റി റോ
മാസ് ഡെൻസിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ സാധാരണ ഡെൻസിറ്റി എന്ന് പറയും റോ. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഇക്വേഷൻ സാധാരണയായിട്ട് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്താണ്? റോ ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്ന് പറയുന്ന ഇക്വേഷനാണ് നമുക്ക് പെട്ടെന്ന് ആദ്യമേ ഓർമ്മ വരുന്നത്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലുള്ള മാസ് ബൈ വോളിയം എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് നമുക്ക് ഓർമ്മ വരുന്നത്. പക്ഷേ നമുക്കിവിടെ മാസ് ഇല്ല അല്ലേ? മാസ് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ പിന്നെ നമ്മൾ റോയും ഡെൻസിറ്റി കണ്ടെത്താൻ വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്ന് ആലോചിക്കണം. അതായത് അപ്പോൾ നമ്മൾ രണ്ടാമത് ആലോചിച്ച ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലേ, അല്ലെങ്കിൽ നേരത്തെ കണ്ട ഒരു ഇക്വേഷൻ ഉണ്ട്. സ്പെസിഫിക് വെയിറ്റ് ഈക്വൽ ടു റോ ഇൻറ്റു ജി. തൊട്ട് മുന്നേ പറഞ്ഞതാണ്. സ്പെസിഫിക് വെയിറ്റ് ഈക്വൽ ടു റോ ജി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കൂടി ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താം? റോ കണ്ടെത്തിക്കൂടെ? ഇതിങ്ങോട്ട് വരുമ്പോൾ ഡിവൈഡഡ് ബൈ സ്പെസിഫിക് വെയിറ്റ് ഡിവൈഡഡ് ബൈ ജി ചെയ്താൽ നമുക്ക് കിട്ടും. അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് അല്ലേ? ഇവിടെ ചെയ്തിരിക്കുന്നത് അതാണ്. മാസ് ഡെൻസിറ്റി എങ്ങനെയാണ് കണ്ടത്? മാസ് ഡെൻസിറ്റി റോ ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് ബൈ ജി ആണ്. അതാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാരണമാണത്. സ്പെസിഫിക് വെയിറ്റ് നമ്മളിപ്പോൾ തൊട്ട് മുന്നേ കണ്ടു കഴിഞ്ഞു. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് ഉള്ളത് കൊണ്ട് അതിനെ ജി കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? മാസ് ഡെൻസിറ്റി റോ കിട്ടും. അതാണ് തൊട്ട് മുന്നേ എങ്ങനെയാണിത് വന്നതെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഡെൻസിറ്റി യൂണിറ്റ് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ്. ഓക്കെ, ഇനി കാണേണ്ടത് എന്താണ്? സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് പെട്രോൾ. പെട്രോളിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കാണണം. സ്പെസിഫിക് ഗ്രാവിറ്റി എങ്ങനെ കാണാം? അത് മൂന്നാമതായിട്ട് അവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുക. സ്പെസിഫിക് ഗ്രാവിറ്റി ഈക്വൽ ടു എന്താണ്? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. നമ്മൾ ലാസ്റ്റ് പറഞ്ഞതാണ്. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് ലിക്വിഡാണ് ഇപ്പോൾ കണ്ടെത്തിയത് അല്ലേ? എത്ര? ഇതാണ് ഇപ്പോൾ പെട്രോളിൻ്റെ ഡെൻസിറ്റിയാണ് കണ്ടെത്തിയത്. ഇവിടുത്തെ ലിക്വിഡ് ഏതാ? പെട്രോൾ അല്ലേ? പെട്രോളിൻ്റെ ഡെൻസിറ്റി നമ്മൾ കണ്ടെത്തി. ഡിവൈഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. വാട്ടറിൻ്റെ ഡെൻസിറ്റി തരില്ല, നമ്മളെപ്പോഴും ഓർത്തിരിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. 1000 ആണ്. അതാണ് ഇവിടെ ലാസ്റ്റ് ഭാഗത്ത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത് നോക്കുക. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ പെട്രോളിൻ്റെ ഡെൻസിറ്റി നമ്മൾ തൊട്ട് മുന്നേ കണ്ടെത്തി. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? 713.56 ഡിവൈഡ് ബൈ 1000 എഴുതിയിട്ടുണ്ട് അല്ലേ? 1000 എഴുതാൻ കാരണം എന്താണ്? അത് വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ്. അപ്പോൾ അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ല, ആലോചിക്കണം. സ്പെസിഫിക് ഗ്രാവിറ്റി യൂണിറ്റ്ലെസ് ആണ്. കാരണം എന്താണ്? ഡെൻസിറ്റി ഡിവൈഡ് ബൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസലായി പോവും അല്ലേ? എന്തെങ്കിലും യൂണിറ്റ് ഉണ്ടാവുമോ? ഇല്ല. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ഇല്ല, അതും കൂടെ ഓർത്തിരിക്കാം. അടുത്തൊരു പ്രോബ്ലം നോക്കാം. ഇഫ് ദ സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1 ലിറ്റർ ഓഫ് എ ലിക്വിഡ് ഈസ് 0.8. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1 ലിറ്റർ ഓഫ് ലിക്വിഡ്. അപ്പോൾ 1 ലിറ്റർ എന്ന് പറഞ്ഞാൽ വോളിയമാണ്. സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 0.8. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് 1 ലിറ്റർ ഓഫ് ലിക്വിഡ് ഈസ് 0.8. കാൽക്കുലേറ്റ് ഇറ്റ്സ് മാസ് ഡെൻസിറ്റി. റോ കാണണം, മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി. സ്പെസിഫിക് വെയിറ്റ് കാണണം, സ്മോൾ ഡബ്ല്യു. അതുപോലെ തന്നെ വെയിറ്റ് കാണണം. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ ഡബ്ല്യു. അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങൾ ആദ്യം എടുത്തെഴുതുക എന്നുള്ളതാണ് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യാറുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണ്? 0.8. വോളിയം എത്രയാണ്? 1 ലിറ്റർ. അപ്പോൾ 1/1000 അല്ലെങ്കിൽ 1 × 10⁻³ മീറ്റർ ക്യൂബ് വോളിയമായി. സ്പെസിഫിക് ഗ്രാവിറ്റി ഉണ്ട്, വോളിയം ഉണ്ട്. സ്പെസിഫിക് ഗ്രാവിറ്റി ഈക്വൽ ടു എന്താണ്? ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ നമുക്ക് മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ റോ കാണുന്നതിനായിട്ട് എന്ത് ചെയ്യാം? റോ കാണുന്നതിനായിട്ട് സ്പെസിഫിക് ഗ്രാവിറ്റിയെ 1000 കൊണ്ട്, അതായത് വാട്ടറിൻ്റെ ഡെൻസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ശരിയല്ലേ? ഇവിടെ നോക്കിയേ. സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. സ്പെസിഫിക് ഗ്രാവിറ്റി തന്നിട്ടുണ്ട്. ഡെൻസിറ്റി ഓഫ് വാട്ടർ നമുക്കറിയാം 1000 ആണെന്ന്, നമ്മൾ പഠിച്ചു വെക്കേണ്ട വാല്യൂ ആണ്. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കാണാൻ പറഞ്ഞ മാസ് ഡെൻസിറ്റിയാണ്, അത് കാണാൻ കഴിയും. 0.8 × 1000 ചെയ്തിരിക്കുന്നു. അതിൻ്റെ കാരണം എന്താണ്? ഈ ഇക്വേഷനിൽ നിന്നാണ് അതിലേക്ക് വന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. അപ്പോൾ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് കാണണമെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി ഇൻറ്റു ഡെൻസിറ്റി ഓഫ് വാട്ടർ. സ്പെസിഫിക് ഗ്രാവിറ്റി ഇവിടെ 0.8 ആണ്, വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000 ആണ്, നമ്മൾ അറിയണം. അപ്പോൾ 0.8 × 1000 800 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഡെൻസിറ്റി കിട്ടി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോ കിട്ടി അല്ലേ? ഇനി സ്പെസിഫിക് വെയിറ്റ് കാണണം. സ്പെസിഫിക് വെയിറ്റ് കാണണമെങ്കിൽ വെയിറ്റ് ബൈ വോളിയം ആണ് നമുക്കറിയാവുന്ന ആദ്യത്തെ ഇക്വേഷൻ അല്ലേ? സ്പെസിഫിക് വെയിറ്റ് സ്മോൾ ഡബ്ല്യു ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡബ്ല്യു ബൈ വോളിയം. ക്യാപിറ്റൽ ഡബ്ല്യു ഇവിടെ അറിയില്ല, വെയിറ്റ് അറിയില്ല.
അത് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ ആ ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ മറ്റൊരു ഇക്വേഷൻ നമുക്കറിയാവുന്നത് എന്താണ്? സ്പെസിഫിക് വെയിറ്റ് ഈക്വൽ ടു റോ ജി. ഈ രണ്ട് ഇക്വേഷനും അറിഞ്ഞിരിക്കണം. ഡെൻസിറ്റി ഇൻറ്റു ജി. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചത് അതാണ്. കാരണം വെയിറ്റ് അറിയാത്തത് കൊണ്ട് റോ ജി ഉപയോഗിച്ചു. റോ തൊട്ട് മുന്നേ കണ്ടിരിക്കുന്നു 800 800 × 9.81. ഇവിടെ നമുക്ക് ആൻസർ കിട്ടി. ഓക്കെ, സ്പെസിഫിക് വെയിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വെയിറ്റ് കാണാൻ കഴിയും. കാരണം സ്പെസിഫിക് വെയിറ്റ് ഈക്വൽ ടു വെയിറ്റ് ബൈ വോളിയം എന്ന ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. സ്പെസിഫിക് വെയിറ്റ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. വോളിയം നമുക്കറിയാം, തന്നിട്ടുണ്ട് 1 ലിറ്റർ. 1 മീറ്റർ ക്യൂബിലേക്ക് മാറ്റി സ്പെസിഫിക് വെയിറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ വെയിറ്റ് കണ്ടുകൂടെ? ക്യാപിറ്റൽ W. വെയിറ്റ് ഈക്വൽ ടു എന്താണ്? സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം. അപ്പോൾ ഇക്വേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതിക്കൊണ്ട് പലതരത്തിൽ എഴുതിക്കൊണ്ട് നമുക്ക് ആവശ്യമുള്ളതൊക്കെ കാണാവുന്നതാണ്. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് ഈക്വൽ ടു വെയിറ്റ് കാണാനാണ് മൂന്നാമത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ഈക്വൽ ടു സ്പെസിഫിക് വെയിറ്റ് ഇൻറ്റു വോളിയം എന്ന രൂപത്തിലേക്ക് മാറി. അതിൻ്റെ കാരണം എന്താണ്? സ്പെസിഫിക് വെയിറ്റ് നമുക്കറിയാം. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്കറിയാത്ത വെയിറ്റ് കണ്ടെത്താനും കഴിയും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഒരൊറ്റ പ്രോബ്ലം കൂടി നോക്കാം. ഇത് കൂടുതലായിട്ട് ചോദിക്കുന്നത് തന്നെയാണ്, ഇമ്പോർട്ടൻ്റായ ഭാഗമാണ്, അതുകൊണ്ടാണ് കൂടുതൽ നോക്കുന്നത്. കാൽക്കുലേറ്റ് ദ സ്പെസിഫിക് വെയിറ്റ്, സ്പെസിഫിക് മാസ്, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി. ഓക്കെ, ഓഫ് എ ലിക്വിഡ് ഹാവിംഗ് വോളിയം ഓഫ് 6 മീറ്റർ ക്യൂബ് ആൻഡ് വെയിറ്റ് ഓഫ് 44 കിലോ ന്യൂട്ടൺ. ഇവിടെ മീറ്റർ ക്യൂബിൽ തന്നെയാണ് വോളിയം തന്നിട്ടുള്ളത്, കൊണ്ട് ചേഞ്ച് ചെയ്യാനൊന്നുമില്ല. വെയിറ്റ് എത്രയാണ്? 44 കിലോ ന്യൂട്ടൺ ആണ്. കിലോ ന്യൂട്ടൺ ആകുമ്പോൾ നമ്മൾ ന്യൂട്ടണിലേക്ക് മാറ്റണം. വോളിയം 6 മീറ്റർ ക്യൂബ് എന്ന് എഴുതി. വെയിറ്റ് കിലോ ന്യൂട്ടണിലേക്ക് മാറ്റാൻ എന്ത് ചെയ്തു? കിലോനെ മാറ്റുമ്പോൾ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇൻറ്റു 10⁻³ ഇവിടെ ചെയ്തിട്ടുണ്ട്. കാണേണ്ടത് എന്താണ്? സ്പെസിഫിക് മാസ്, സ്പെസിഫിക് വോളിയം, സ്പെസിഫിക് ഗ്രാവിറ്റി, ഇത്രയും കാര്യങ്ങളാണ് കാണേണ്ടത്. ശ്രദ്ധിക്കുക, സ്പെസിഫിക് മാസ് എന്നൊരു പേരും കൂടെ ഇതിനുണ്ട്. മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ റോയ്ക്കുണ്ട്. അപ്പോൾ സ്പെസിഫിക് മാസ് എന്ന് പറഞ്ഞാൽ റോയാണെന്ന് ഓർക്കുക. അപ്പോൾ 3 പേര് ഓർക്കുക. റോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി, മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് മാസ്. ഈ 3 പേരാണ് അതിനുള്ളത്. അതിപ്പോൾ ഓർത്ത് വയ്ക്കുക. നമുക്ക് ആദ്യം വെയിറ്റും വോളിയമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കതിലെ സ്പെസിഫിക് വെയിറ്റ് ഈസി ആയിട്ട് കാണാം. വെയിറ്റ് ബൈ വോളിയം ചെയ്താൽ മതി. വെയിറ്റും വോളിയം ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ബൈ വോളിയം ചെയ്യുമ്പോൾ എന്ത് കിട്ടി? ആ ആൻസർ കിട്ടി. ഓക്കെ, ഇനി അടുത്തത് കാണേണ്ടത് സ്പെസിഫിക് വെയിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി മാസ് ഡെൻസിറ്റി കാണാൻ പോവാണ്. ഇതിൻ്റെ മുന്നത്തെ പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്ന പോലെ തന്നെ സ്പെസിഫിക് മാസ് അല്ലെങ്കിൽ മാസ് ഡെൻസിറ്റി റോ ഈക്വൽ ടു. അപ്പോൾ ഈ ഒരു പേര് ശ്രദ്ധിക്കുക, ഇത് നമ്മൾ പറഞ്ഞില്ല. മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ ഡെൻസിറ്റി റോ എന്ന് പറയും. സ്പെസിഫിക് മാസ് എന്ന് പറഞ്ഞാലും റോ ആണ്. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് അറിയാം. സാധാരണയായിട്ട് നമുക്ക് എപ്പോഴും ഞാൻ പറയുന്ന പോലെ മാസ് ബൈ വോളിയം ആണ് എപ്പോഴും ആദ്യം വരുന്ന ഇക്വേഷൻ. പക്ഷെ അവിടെ മാസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് അറിയാവുന്ന ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഡെൻസിറ്റി റോ കാണുന്നതിനായിട്ട് സ്പെസിഫിക് വെയിറ്റിനെ ജി കൊണ്ട് ഡിവൈഡ് ചെയ്തു. കാരണം സ്പെസിഫിക് വെയിറ്റ് സ്മോൾ w ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു ജി എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ നമുക്കുണ്ട്. അപ്പോൾ അതിൽ നിന്ന് റോ ഈക്വൽ ടു സ്മോൾ w/g എന്ന രീതിയിലേക്ക് മാറി. അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് നമ്മളിവിടെ കണ്ടെത്തിയിട്ടുണ്ട്. അത് കൊടുത്തു ഡിവൈഡഡ് ബൈ g 9.81. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഡെൻസിറ്റി കിട്ടി. കഴിഞ്ഞു. അടുത്തത് സ്പെസിഫിക് വോളിയമാണ്. സ്പെസിഫിക് വോളിയം എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റിയുടെ റെസിപ്രോക്കാലാണെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അല്ലേ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഡെൻസിറ്റി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ 1/ρ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ റോ കിട്ടിയിട്ടുണ്ട്. 1/ρ ചെയ്തപ്പോൾ എന്ത് കിട്ടി? സ്പെസിഫിക് വോളിയം കിട്ടി. സംശയം വരുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയുടെ ആദ്യ ഭാഗത്തേക്ക് മുന്നേ പോയിട്ട് പറഞ്ഞ കാര്യങ്ങളൊന്നും കൂടി നോക്കിയിട്ട് വീണ്ടും വരിക. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റിയാണ് ലാസ്റ്റ് വൺ ഇതിൽ ചോദിച്ചിട്ടുള്ളത്. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ. ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് നമ്മൾ കണ്ടെത്തി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ റോയാണ്, അതിവിടെ കണ്ടെത്തിയിട്ടുണ്ട് അല്ലേ. അത് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓഫ് വാട്ടർ ആണ് ചെയ്യേണ്ടത്. ഡെൻസിറ്റി ഓഫ് വാട്ടർ എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, 1000 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് വെയിറ്റ് കിട്ടി. Nm/m³ സ്പെസിഫിക് വെയിറ്റ് പറയുക. മാസ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് മാസ് പറയുന്നത് kg/m³. സ്പെസിഫിക് വോളിയം എന്ന് പറയുന്നത് m³/kg ആണ്, 1/ρ. അത് ഡെൻസിറ്റിയുടെ റെസിപ്രോക്കലാണ്, അതുകൊണ്ട് തന്നെ യൂണിറ്റും അതിൻ്റെ റെസിപ്രോക്കലാണ്. ഡെൻസിറ്റി kg/m³ ആണെങ്കിൽ സ്പെസിഫിക് വോളിയം അതിൻ്റെ റെസിപ്രോക്കലാണെങ്കിൽ എന്ത് വരും? m³/kg. സ്പെസിഫിക് ഗ്രാവിറ്റിക്ക് യൂണിറ്റ് ലെസ് ആണ്, യൂണിറ്റ് ഇല്ല.
ശ്രദ്ധിക്കുക, ഡെൻസിറ്റി ബൈ ഡെൻസിറ്റി ആയതുകൊണ്ട് അതിന് യൂണിറ്റ് വരില്ല. ഓക്കെ. അടുത്തത് തിയറി ഭാഗത്ത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, 6 മാർക്കിനാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ടൈപ്സ് ഓഫ് ഫ്ലൂയിഡ്സ്. ഫ്ലൂയിഡ്സ് പലതരത്തിലുണ്ട്, അത് ഏതൊക്കെയാണെന്നാണ്. ഐഡിയൽ ഫ്ലൂയിഡാണ് ഫസ്റ്റ് വൺ. എൻ ഐഡിയൽ ഫ്ലൂയിഡ് ഈസ് എ ഫ്ലൂയിഡ് വിച്ച് ഈസ് ഇൻകംപ്രസിബിൾ ആൻഡ് ഈസ് ഹാവിങ് നോ വിസ്കോസിറ്റി ആൻഡ് സർഫസ് ടെൻഷൻ. ഇറ്റ് ഈസ് എൻ ഇമാജിനറി ഫ്ലൂയിഡ്. അതായത് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഒരു മാതൃക ഫ്ലൂയിഡ്, അതൊരു ഇമാജിനറിയാണ്. അങ്ങനെ ഒരു സാധനം ഇല്ല. കാരണം ഇൻകംപ്രസിബിൾ ആയിരിക്കണം, വിസ്കോസിറ്റി ഉണ്ടാവാൻ പാടില്ല, സർഫസ് ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല. ഇതൊന്നും ഇല്ലാത്ത തരത്തിലുള്ള ഫ്ലൂയിഡിനെയാണ് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞത്. അതാണ് പറഞ്ഞത് ഫസ്റ്റ് സെൻറ്റൻസ് അല്ലേ. അപ്പോൾ സാധാരണ ഒരു ഫ്ലൂയിഡ് ആകുമ്പോൾ അതിന് വിസ്കോസിറ്റി ഉണ്ടാവും, അതുപോലെ സർഫസ് ടെൻഷൻ ഉണ്ടാവും, അത് കുറച്ചെങ്കിലും കംപ്രസിബിൾ ആയിരിക്കും. അപ്പോൾ അങ്ങനെ അല്ലാത്ത ഫ്ലൂയിഡ് നോർമലായിട്ടില്ല. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി അസ്യൂം ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ളതിനാണ് ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അപ്പോൾ എഴുതുമ്പോൾ ആ സെൻറ്റൻസ് ചെയ്ത് ഐഡിയൽ ഫ്ലൂയിഡ് ഈസ് എ ഫ്ലൂയിഡ് വിച്ച് ഈസ് ഇൻകംപ്രസിബിൾ ആൻഡ് ഈസ് ഹാവിങ് നോ വിസ്കോസിറ്റി ആൻഡ് സർഫസ് ടെൻഷൻ. ഓക്കെ. അടുത്തത് റിയൽ ഫ്ലൂയിഡ്. എ ഫ്ലൂയിഡ് വിച്ച് പോസസ് വിസ്കോസിറ്റി, സർഫസ് ടെൻഷൻ ആൻഡ് കംപ്രസിബിലിറ്റി. അപ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്. അതായത് റിയലാണ്, യഥാർത്ഥത്തിലുള്ള ഫ്ലൂയിഡാണ്. അത് വിസ്കോസിറ്റി ഉണ്ടാവും, സർഫസ് ടെൻഷൻ ഉണ്ടാവും, കംപ്രസിബിലിറ്റി ഉണ്ടാവും. ഇതാണ് റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. ഇൻ ആക്ച്വൽ പ്രാക്ടീസ് ഓൾ ഫ്ലൂയിഡ്സ് ആർ റിയൽ ഫ്ലൂയിഡ്സ്. ഓക്കെ. മൂന്നാമത്തത് 4 2 പറഞ്ഞു കഴിഞ്ഞ് മൂന്നാമത്തെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. അപ്പോൾ അത് സിമ്പിളായിട്ട് എഴുതുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് എഴുതാൽ മതി, എ ഫ്ലൂയിഡ് വിച്ച് ഒബേയ്സ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി ഒബേ ചെയ്യുന്ന ഫ്ലൂയിഡുകളാണ് ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അതിനൊരു സെൻറ്റൻസ് ഉണ്ട്, എന്താണ് പറഞ്ഞിരിക്കുന്നത്, എ റിയൽ ഫ്ലൂയിഡ് in which shear stress is directly proportional to the rate of shear strain. അങ്ങനെ എഴുതിയാലും മതി. എ റിയൽ ഫ്ലൂയിഡ് ഇൻ വിച്ച് ഷിയർ സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ. അപ്പോൾ ഇവിടെ 6 മാർക്കിന് ചോദിക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് 4 എഴുതാനുള്ളത്. ആദ്യത്തെ ഐഡിയൽ ഫ്ലൂയിഡ്, രണ്ടാമത്തെ റിയൽ ഫ്ലൂയിഡ്, മൂന്നാമത്തെ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡാണ്. അതായത് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി എന്ന് പറയുന്ന വിസ്കോസിറ്റിയുമായി ബന്ധപ്പെട്ട ഒരു ലോ ഉണ്ട്, അത് ഒബേ ചെയ്യുന്നതാണ് ഈ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. എ ഫ്ലൂയിഡ് വിച്ച് ഒബേയ്സ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. അതെന്താണെന്നാണ് ശരിക്കും ആദ്യത്തെ കേസിലും പറഞ്ഞിരിക്കുന്നത്. എ റിയൽ ഫ്ലൂയിഡ് ഇൻ വിച്ച് ഷിയർ സ്ട്രെസ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഷിയർ സ്ട്രെയിൻ. ഓക്കെ. അപ്പോൾ അതാണ് മൂന്നാമത്തെ. അടുത്തത് ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് 4 നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഇപ്പോൾ ന്യൂട്ടോണിയനും നോൺ ന്യൂട്ടോണിയനും, അപ്പോൾ അതിൻ്റെ ബന്ധമുണ്ടാവും. ഇവിടെ നോക്കിയാൽ മതി. റിയൽ ഫ്ലൂയിഡ് ഇൻ വിച്ച് ഷിയർ സ്ട്രെസ് ഈസ് നോട്ട് പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് ഓഫ് ഷിയർ സ്ട്രെയിൻ. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, നേരത്തെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റാണ്, ഇറ്റ് ഡസ് നോട്ട് ഒബേ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 4 ഉള്ളത്. ഐഡിയൽ ഫ്ലൂയിഡ്, റിയൽ ഫ്ലൂയിഡ്, ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്, നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ്. ഓക്കെ. ഐഡിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഇമാജിനറി ആണ്. അതിന് വിസ്കോസിറ്റി ഉണ്ടാവാൻ പാടില്ല, സർഫസ് ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല, അതുപോലെ ഇൻകംപ്രസിബിൾ ആയിരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. അതൊരു യഥാർത്ഥത്തിലുള്ള ഫ്ലൂയിഡ് അല്ല, നമ്മൾ അസ്യൂം ചെയ്യുന്നതാണ്. റിയൽ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഐഡിയലിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അത് സർഫസ് ടെൻഷൻ ഉണ്ടാവും, വിസ്കോസിറ്റി ഉണ്ടാവും, അതുപോലെ കംപ്രസിബിൾ കേസ് ഉണ്ടാവും, കംപ്രസിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് റിയൽ ഫ്ലൂയിഡ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ന്യൂട്ടോണിയൻ ആണ്. ന്യൂട്ടോണിയൻ ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് പറയുന്നത് എ ഫ്ലൂയിഡ് വിച്ച് ഒബേയ്സ് ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. 4 നോൺ ന്യൂട്ടോണിയൻ ഫ്ലൂയിഡാണ്. അത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇറ്റ് ഡസ് നോട്ട് ഒബേ ന്യൂട്ടൺസ് ലോ ഓഫ് വിസ്കോസിറ്റി. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സിൻ്റെ ആദ്യ ഭാഗം. അടുത്ത ഭാഗം ഉടനെ തന്നെ ചെയ്യുന്നതാണ്. താങ്ക് യു.